ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എപ്പീസ് പ്ലാൻ. അപ്പോൾ നമ്മൾ പാർട്ട് 2 സെക്ഷൻ ഓഫ് ബയോടെക്നോളജിയിലോട്ടാണ് കിടക്കാൻ പോകുന്നത്. പാർട്ട് 1 കാണാത്തവർ അതുപോയി കാണാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അടുത്തത് ക്ലോണിംഗ് വെക്ടേഴ്സ് എന്ന് പറയുന്ന പോയിന്റിലോട്ടാണ് പോകാൻ പോകുന്നത്. അതൊരു ടൈപ്പ് ഓഫ് ടൂളാണ് റീകോംബിനന്റ് ഡിഎൻഎയിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പ്ലാസ്മിഡിനായാലും ബാക്ടീരിയോഫേജസിനായാലും ഒരു കഴിവുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അവർ നമ്മുടെ ഹോസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഹോസ്റ്റിൻ്റെ DNA-നെയൊക്കെ മറികടന്ന് അവർക്ക് തന്നെത്താനെ അവരുടെ DNA ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കഴിവ്. അത് ഉപയോഗിച്ചിട്ടാണ് പ്ലാസ്മിഡിനെ ഒരു വെക്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എക്സാമിന് പലപ്പോഴും ചോദിക്കാറുണ്ട്, വെക്ടർ ഒരു പ്ലാസ്മിഡ് അല്ലെങ്കിൽ ഒരു ക്ലോണിംഗ് വെക്ടറിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്. അതിൽ ഫസ്റ്റ് പോയിന്റാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒറി എന്ന് പറയുന്ന സംഭവം. ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്ടീരിയയിൽ അല്ലെങ്കിൽ ഒരു പ്ലാസ്മിഡിൽ ഒരു പെർട്ടിക്കുലർ പാർട്ടിലാണ് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു പെർട്ടിക്കുലർ പാർട്ടിനെയാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ പറയുന്നത്. അപ്പം നമ്മുടെ ആ ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഒരു പ്ലാസ്മിഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിനെ ആ ഒരു ഒറി അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനിലോട്ട് തന്നെ ഇൻസേർട്ട് ചെയ്യണം. ഓരോ പ്ലാസ്മിനും ഓരോ പോലെ ആയിരിക്കും ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ്റെ കപ്പാസിറ്റി. ഈ ഒറിയാണ് തീരുമാനിക്കുക എത്ര മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് പ്ലാസ്മിഡ് ഉണ്ടാക്കണം എന്ന്. അപ്പം നമ്മൾ ഒരു പ്ലാസ്മിഡിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മൾട്ടിപ്പിൾ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഒറി സെലക്ട് ചെയ്യണം. രണ്ടാമത്തെന്ന് പറയുന്നത് സെലക്ടബിൾ മാർക്കേഴ്സ് ആണ്. സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് പറയുന്നത് നോൺ ട്രാൻസ്ഫോമേഴ്സിനെ കണ്ടെത്തിയിട്ട് അതിനെ അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്ത് ട്രാൻസ്ഫോമേഴ്സിനെ മാത്രം വളർത്തുന്നതിനെയാണ് സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെലക്ടബിൾ മാർക്കേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് ആംബിസിലിൻ, ടെട്രാസൈക്ലിൻ എന്ന് പറയുന്ന കുറേ എക്സാമ്പിളുകളുണ്ട്. അപ്പോൾ ഇവർ എന്താണ് ഈ ട്രാൻസ്ഫോമൻസ് അല്ലെങ്കിൽ എന്താണ് നോൺ ട്രാൻസ്ഫോമൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉണ്ടാക്കി വെച്ച റീകോംബിനന്റ് DNA-നെ ഹോസ്റ്റ് ഓർഗാനിസത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ഫോർമേഷൻ. ചില സമയത്ത് നമ്മൾ DNA ഉണ്ടാക്കിയെങ്കിലും അത് ഹോസ്റ്റിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ശരിയായി ട്രാൻസ്ഫർ ചെയ്യണമെന്നില്ല. അങ്ങനെ അത് നോൺ ട്രാൻസ്ഫോമൻസ് ആയിട്ട് മാറും. അപ്പോൾ ഈ ട്രാൻസ്ഫോമൻസിനെയും നോൺ ട്രാൻസ്ഫോമൻസിനെയും സഹായിക്കുന്ന ഒരാളാണ് സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് ക്ലോണിംഗ് സൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ക്ലോണിംഗ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞു ടെട്രാസൈക്ലിൻ, ആംബിസിലിൻ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു പെർട്ടിക്കുലർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എടുത്തു, എന്നിട്ട് ആ ഒരു പെർട്ടിക്കുലർ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമ്മൾ ആംബിസിലിനിൽ അല്ലെങ്കിൽ ടെട്രാസൈക്ലിൻ, ഇപ്പം ടെട്രാസൈക്ലിനിലെ ബാം വെച്ചുകൊണ്ടോട്ട് ഇൻസേർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ ടെട്രാസൈക്ലിനിലെ ബാം H1ലോട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ പ്ലാസ്മിഡിന് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് കപ്പാസിറ്റി എന്ന് പറയുന്ന സംഭവം നഷ്ടപ്പെടും. അപ്പം നമ്മളൊരു ടെട്രാസൈക്ലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ ഈ പ്ലാസ്മിഡിനെ കൊണ്ടുപോയി വളർത്തി കഴിഞ്ഞാൽ അതിന് അവിടെ വളരാൻ പറ്റില്ല. അതായത് ഇപ്പോൾ നമ്മൾ ടെട്രാസൈക്ലിൻ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇൻജെക്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അവർ ആംബിസിലിനിൽ വളർത്താൻ പറ്റും, പക്ഷേ ടെട്രാസൈക്ലിൻ വളർത്താൻ പറ്റില്ല. വളരുന്നു എങ്കിൽ അത് നോൺ റീകോംബിനന്റ് ആണ് എന്നാണ് പറയുന്നത്. ചില ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന പാർട്ടാണ്. ഒന്നുമില്ല, നമ്മൾ എവിടേക്കാണോ ഇൻസേർട്ട് ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ പോർഷനിലുള്ള റെസിസ്റ്റന്റ് കപ്പാസിറ്റി ആ ഒരു പ്ലാസ്മിഡിന് നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ പ്ലാസ്മിഡിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത ജീൻ ഇല്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റിലോട്ടാണ് പോകാൻ പോകുന്നത്. നാലാമത്തെ പോയിന്റ് പറയുമ്പോൾ ഒരു പോയിന്റും കൂടി ഉണ്ട്. എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഇത് ഉപയോഗിക്കാറില്ല. മീഡിയം ഉപയോഗിച്ച് അത് 2 ഡിഷസിലാക്കി അതിലോട്ട് റീകോംബിനന്റ് ആഡ് ചെയ്ത് അങ്ങനത്തെ സംഭവങ്ങൾ ഭയങ്കര പണിയാണ്. പൊതുവെ യൂസ് ചെയ്യാറുള്ളത് കളർ വെച്ചിട്ട് ഉള്ളൊരു ഐഡന്റിഫിക്കേഷൻ. അതായത് ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈമിലോട്ട് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ റീകോംബിനന്റ് DNA നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഇവര് ഒരു കളർ പ്രൊഡ്യൂസ് ചെയ്യും ബീറ്റാ ഗാലക്ടോസിഡേസ് ആയിട്ട് നമ്മളിത് കോഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആ പ്ലാസ്മിഡിൽ ഉണ്ടെങ്കിൽ അവർ ആ ബ്ലൂ കളർ കാണിക്കില്ല. ഓക്കെ, പക്ഷെ ഇനി ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മുടെ പ്ലാസ്മിഡിൽ ഇല്ലെങ്കിൽ അവർ ബ്ലൂ കളർ കാണിക്കും. എന്ന് പറഞ്ഞാൽ അവിടെ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ നടക്കുന്നു എന്ന് പറയും. നമ്മൾ ആ ഒരു ജീനിനെ അതിലോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ പെർട്ടിക്കുലർ പ്ലാസ്മിഡിന് അതിൻ്റെ കളറിങ് കപ്പാസിറ്റി നഷ്ടപ്പെടുകയാണ്. അതാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ വെക്ടേഴ്സ് ഉപയോഗിക്കുന്നതിൽ പ്ലാന്റ്സിനും ആനിമൽസിനും ഡിഫറെൻറ്റ് വെക്ടേഴ്സ് ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ വെച്ച് തുടങ്ങുകയാണ്. ഇപ്പോൾ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് പറയുന്ന ഒരു പാത്തജൻ ഉണ്ട്. ഇത് പ്ലാന്റ്സിലാണ് ഇത് കൂടുതലായിട്ട് എഫക്ട് ചെയ്യും. ഈ പ്ലാന്റ്സിലോട്ട് അവരുടെ ഒരു tDNA എന്ന് പറയുന്ന DNA-നെ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ tDNA ഈ പ്ലാന്റ് സെൽസിനെ എന്താക്കി മാറ്റും എന്നറിയോ? ട്യൂമർ സെല്ലുകളായിട്ട് മാറ്റും. ഈ ട്യൂമർ സെല്ലുകൾ ഈ പാത്തജൻ ആവശ്യമുള്ള കെമിക്കലുകൾ ആ പ്ലാന്റിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു പ്ലാന്റ് ഡിസീസ്ഡ് ആയിട്ട് മാറുന്നത്. അതുപോലെ ഒരു എക്സാമ്പിൾ ആനിമൽസിലും ഉണ്ട്, റിട്രോ വൈറസ്. ഈ റിട്രോ വൈറസ് നമ്മുടെ സാധാ ആനിമൽ സെല്ലുകളെ ക്യാൻസർ സെല്ലുകളാക്കി മാറ്റാൻ കഴിവുള്ളവരാണ്. ഇങ്ങനെ ഒരു മെക്കാനിസം, അതായത് ഇപ്പം
പ്ലാന്റ്സിൽ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷനിൽ അവർ ഉപയോഗിക്കുന്ന പ്ലാസ്മിഡ് എന്ന് പറയുന്നത് TI പ്ലാസ്മിഡ് ആണ്. ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് ആണ്. അതായത് ട്യൂമർ ഉണ്ടാക്കുന്ന ഈ പ്ലാസ്മിഡിനെ നമുക്ക് മാറ്റി നല്ലൊരു ക്ലോണിംഗ് വെക്ടറായിട്ട് ഉപയോഗിക്കാം. കാരണം അവർക്ക് ആ പ്രോപ്പർട്ടി അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇവർ നേരെ പോകുന്നു, പ്ലാന്റ്സിനെ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നു, അവരുടെ DNA കൊടുക്കുന്നു. അങ്ങനെ അവരുടെ DNA അവർ തന്നെത്താൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒറ്റയ്ക്ക് അങ്ങ് വളരുകയാണ്. ഈ മെക്കാനിസം നമുക്ക് ക്ലോണിംഗ് വെക്ടറായിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ ആ ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് നമ്മുടെ ഹോസ്റ്റ് ഓർഗാനിസത്തിൽ ഭയങ്കര എളുപ്പത്തിൽ വളർത്താനായിട്ട് പറ്റും. അതോടെ ക്ലോണിംഗ് വെക്ടേഴ്സ് എന്ന് പറയുന്ന പോർഷൻ അങ്ങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ റീകോമിനന്റ് DNA ഹോസ്റ്റ് ഓർഗാനിസത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനാണ് ആ ഹോസ്റ്റ് ഓർഗാനിസമെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യണം. അതിനെ നമ്മൾ പറയുന്നതാണ് ഒരു ഹോസ്റ്റിനെ കോമ്പീറ്റൻ്റ് ആക്കി മാറ്റുക. നമ്മൾ എന്തെങ്കിലും ഒരു ഹോസ്റ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യം ആ ഹോസ്റ്റ് തീരുമാനിക്കണം ഇതിനെ സ്വീകരിക്കണോ സ്വീകരിക്കേണ്ടതെന്നുള്ള. ഈ ഹോസ്റ്റ് ഓർഗാനിസത്തിനെ നമ്മൾ കോമ്പീറ്റൻ്റ് ആക്കി മാറ്റണം. അപ്പോൾ അതിൽ 3 മെത്തേഡ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് മെത്തേഡിന്റെ മറ്റൊരു പേരാണ് വെക്റ്റർ മെത്തേഡ്. നമ്മൾ ഹോസ്റ്റ് ഓർഗാനിസം ആയ ബാക്ടീരിയനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ ഡൈവാലന്റ് കാറ്റയോൺ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഡൈവാലന്റ് കാറ്റയോൺ എന്ന് പറഞ്ഞാൽ 2 വാലൻസി ഉള്ള ഒരു പോസിറ്റീവ് അയോൺ. ഫോർ എക്സാമ്പിൾ ആയിട്ട് കാൽഷ്യം ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം കോമ്പീറ്റൻ്റ് ആയി എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യിപ്പിക്കും. ഇൻക്യുബേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അടയിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ബാക്ടീരിയൽ സെല്ലിനെയും ഈ റീകോമിനന്റ് DNA ഒരുമിപ്പിച്ചിട്ട് അവർ ഇൻക്യുബേറ്റ് ചെയ്യിപ്പിക്കും. ആദ്യം ഒരു ഐസിൽ വെച്ചിട്ടാണ് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യിപ്പിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 42 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൊടുക്കും. അതിന് നമ്മൾ ഹീറ്റ് ഷോക്ക് എന്ന് പറയും. വീണ്ടും അവർ നമ്മൾ ഐസിലെടുത്ത് വെക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ താൻ ആ ബാക്ടീരിയൽ സെല്ല് ആ പ്ലാസ്മിഡിനെ സ്വീകരിച്ചു. ഇതാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് ഡയറക്റ്റ് മെത്തേഡ്. അത് പ്ലാന്റ്സിനും അനിമൽസിനും 2 ഡിഫറെൻറ്റ് മെത്തേഡായിട്ട് തന്നെ പറയാനുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അനിമൽസിന്റെ കേസിലാണെങ്കിൽ മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ റീകോമിനന്റ് DNA അനിമൽസിൽ എടുക്കുന്നു, ന്യൂക്ലിയസിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നു. അതാണ് അനിമൽസിന്റെ കേസിൽ. ഇനി പ്ലാന്റ്സിലാവുന്ന സമയത്ത് നമ്മൾ ഈ ബയോളിസ്റ്റിക്സ് അല്ലെങ്കിൽ ജീൻ ഗൺ എന്ന് പറയുന്ന മെത്തേഡാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ DNA അതിനെ ഗോൾഡുമായിട്ടോ ടങ്സ്റ്റനായിട്ടോ കോട്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ കോട്ട് ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ ബാക്ടീരിയൽ സെല്ലുമായിട്ട് ബോംബാർഡ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഹൈ വെലോസിറ്റിയിൽ വന്ന് അടിക്കുക. ഓക്കെ, അങ്ങനെ വന്ന് അടിക്കുമ്പോൾ ഈ പറഞ്ഞ ബാക്ടീരിയൽ സെല്ല് ആ റീകോമിനന്റ് DNA സ്വീകരിക്കും. അതാണ് പ്ലാന്റ്സിന്റെ കേസ്. ഇതാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡിസാംഡ് മെത്തേഡാണ്. അത് നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, ഈ മറ്റേ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസിന്റെയും റിട്രോവൈറസിന്റെയും കേസ്. ഒരു പാത്തജൻ എടുത്ത് അതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിനെ കളഞ്ഞിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുക, ഡിസാം ചെയ്യിപ്പിച്ചിട്ട്. അതിനെയാണ് ഡിസാംഡ് പാത്തജൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അതോടെ ആ ഒരു ഹോസ്റ്റും കോമ്പീറ്റന്റ് ആയിട്ട് മാറി. ഹോസ്റ്റ് ഇങ്ങനെ അതിന് സ്വീകരിച്ചു, അല്ലെ നമ്മുടെ റീകോമിനന്റ് DNA സ്വീകരിച്ചു. അപ്പൊ നമ്മൾ പറയുന്ന ഈ ഫുൾ പ്രോസസ്സ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു DNA എടുത്തു, ഐസൊലേറ്റ് ചെയ്തു, ഡിവൈഡ് ചെയ്തു, ഫ്രാഗ്മെന്റ് ആക്കി, ഫ്രാഗ്മെന്റ് മാത്രം സെലക്ട് ചെയ്ത് മാറ്റി വെച്ചു. അത് പിന്നെ നമ്മൾ പ്ലാസ്മിഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു, റീകോമിനന്റ് DNA ഉണ്ടാക്കി ഹോസ്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ ഇത്രയും പ്രോസസ്സ് നമ്മൾ ചെയ്തു. ഇതിൽ ഫസ്റ്റ് പ്രോസസ്സ് എന്താ? ഐസൊലേഷൻ ഓഫ് DNA ആണ്. അപ്പൊ നമ്മളൊരു ബാക്ടീരിയ എടുത്തിട്ട് ആ ബാക്ടീരിയയിൽ നിന്നും ഒരു DNA എടുക്കാൻ ഭയങ്കര പാടാണ്. അല്ലാതെ വെറുതെ അങ്ങ് എടുക്കുകയല്ല. അതായത് ഇപ്പം അതിന് ചുറ്റും സെൽ മെംബ്രെയിനുകൾ ഉണ്ടാവും, പിന്നെ അതിൽ കുറേ മാക്രോ മോളിക്യൂളുകൾ ഉണ്ടാവും. ഈ DNA നമുക്ക് അങ്ങനെയൊന്നും കിട്ടിയാൽ പോരാ, പ്യോർ DNA ആയിരിക്കും വേണ്ടത്. അപ്പം അതിനായിട്ട് നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്ലാന്റ്സിലാണെങ്കിൽ സെല്ലുലോസ് കൊണ്ട് അവരുടെ മെംബ്രെയിൻ ഉണ്ടാക്കി, അപ്പം നമ്മൾ സെല്ലുലേസ് എൻസൈം ആഡ് ചെയ്യും. ഫംഗസിലാണെങ്കിൽ കൈറ്റിൻ കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് കൈറ്റിനേസ് ആഡ് ചെയ്യും. പിന്നെ അതുപോലെ ബാക്ടീരിയത്തിലാണെങ്കിൽ ലൈസോസൈം ആഡ് ചെയ്യും. ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നമ്മൾ സെൽ മെംബ്രെയിൻ ആദ്യം റിമൂവ് ചെയ്യും. പിന്നെ DNA കൂടെ ഉണ്ടാവുക പ്രോട്ടീൻസും അതുപോലെ RNA ആണ്. RNA റിമൂവ് ചെയ്യുന്ന എൻസൈമാണ് റൈബോന്യൂക്ലിയസ്. അതുപോലെ പ്രോട്ടീൻ റിമൂവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് പ്രോട്ടിയേസ് എൻസൈമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റി ആ ഒരു പ്യോർ DNA നമ്മൾ ചിൽ എത്തനോൾ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് DNA നൂല് പോലെ അല്ലെങ്കിൽ ത്രെഡ് പോലെ നമുക്ക് കിട്ടും. ഇതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഞാൻ പറയുന്ന ഓർഡറിലാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് ഇതേ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് തരുന്നത്. അപ്പോൾ മിക്സപ്പ് ചെയ്തിട്ടാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു ടഫായിട്ട് നമുക്ക് ബയോടെക്നോളജി തോന്നുന്നത്. ഇനി നമ്മൾ അടുത്തയിലോട്ട് പോവാം. അപ്പം അടുത്തയിൽ എന്താ പറയുന്നത് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു, ഇതേപോലെ ഐസൊലേറ്റ് ചെയ്ത് നമ്മൾ കട്ടൊക്കെ എടുത്ത് നമുക്കൊരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കിട്ടി. ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കിയപ്പം റീകോമ്പിനേഷൻ നമ്മൾ നടത്തുമ്പോൾ പ്ലാസ്മിഡിലോട്ട് നമ്മുടെ ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കയറിയില്ല. അതെവിടെയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും ഫസ്റ്റ് മുതൽ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യേണ്ടി വരും. അപ്പം അതിന് മുമ്പായിട്ട് ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്യണം, അല്ലെങ്കിൽ പോളിമറൈസേഷൻ നടത്തണം. ആ പ്രോസസ്സിൻ്റെ പേരാണ് പോളിമറൈസേഷൻ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്.
ഇപ്പോൾ എക്സാമിന് പൊതുവെ അതിൻ്റെ ഒരു സ്റ്റെപ്പുകൾ ചോദിക്കാറുണ്ട്. 3 സ്റ്റെപ്പേ ഉള്ളൂ: ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. ഇപ്പോൾ ഡീനാച്ചുറേഷനിലോട്ട് കടക്കാം. DNA ഡബിൾ സ്ട്രാൻഡഡ് ആണ്. ആ ഡബിൾ സ്ട്രാൻഡഡ് സിംഗിൾ സ്ട്രാൻഡഡ് ആക്കി മാറ്റണം. അതാണ് ഡീനാച്ചുറേഷൻ. ചൂട് ഹീറ്റപ്പ് ചെയ്തിട്ടാണ് അങ്ങനെയുള്ള ഡബിൾ സ്ട്രാൻഡഡ് DNA നമ്മൾ സിംഗിൾ സ്ട്രാൻഡഡ് ആക്കി മാറ്റുന്നത്. രണ്ടാമത്തെ പ്രോസസ്സാണ് അനീലിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് ഈ അനീലിംഗ് എന്ന് ഒന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈമേഴ്സ് അതൊരു ഒലിഗോ ന്യൂക്ലിയോടൈഡ് ആണ്. എന്താണ് പ്രൈമേഴ്സ് എന്നൊക്കെ നമ്മൾ ആലോചിച്ചിരുന്ന അതിനെ സമയം കണക്കുള്ളൂ. പ്രൈമേഴ്സ് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഒലിഗോ ന്യൂക്ലിയോടൈഡ് ആണ്. ഈ ഒലിഗോ ന്യൂക്ലിയോടൈഡ് DNAയുടെ 3 പ്രൈം എൻഡിലോട്ട് നമ്മൾ ആഡ് ചെയ്യും. അതാണ് ഈ പ്രൈമർ അനീലിംഗ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഈ പ്രൈമേഴ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് DNA പോളിമറേസ് എൻസൈം ആയിട്ടുള്ള ടാഗ് പോളിമറേസ് എന്ന് പറയുന്ന എൻസൈമും പിന്നെ അതുപോലെ ഡൈന്യൂക്ലിയോടൈഡുകളും രണ്ടും ഉപയോഗിക്കും. ഈ ടാഗ് പോളിമറേസ് എന്ന് പറയുന്ന എൻസൈം തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു എൻസൈമാണ്. അങ്ങനെ എന്ത് സംഭവിക്കും? ഇവർ എക്സ്റ്റെൻഡ് ചെയ്ത് 2 ഡിഫറെൻറ്റ് DNA ആയിട്ട് മാറും. ഇങ്ങനെ നമ്മൾ കുറേ പ്രാവശ്യം ചെയ്താൽ നമുക്ക് മില്യൺസ് ഓഫ് DNA കിട്ടും, അല്ലെങ്കിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. ഇതാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ ഇതാണ് എനിക്കൊന്ന് ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സാധനത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അത് ബയോ റിയാക്ടറിലോട്ട് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ബയോ റിയാക്ടർ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വെസലുകളാണ്, ഒരു പാത്രം പോലെ ഉണ്ടാവുക. ഇതിലെന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, നമ്മൾ റോ മെറ്റീരിയൽസ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇവർ ബയോളജിക്കലി അത് കൺവേർട്ട് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റും. ഇപ്പോൾ മൈക്രോബിയൽ പ്ലാന്റ് സെല്ലുകളോ അനിമൽ സെല്ലുകളോ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇവർ ഈ ഒരു കൺവേർഷൻ എന്ന് പറയുന്ന സംഭവം നടത്തുന്നത്. ഈ ബയോ റിയാക്ടറിൽ ആവശ്യമുള്ള എല്ലാ ഒപ്റ്റിമൽ ഗ്രോത്ത് കണ്ടീഷനും പ്രൊവൈഡ് ചെയ്യും. അതായത് ഇപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ആയാലും pH ആയാലും സോൾട്ട് ആയാലും വൈറ്റമിൻ ആയാലും ഓക്സിജൻ ആയാലും എല്ലാം കറക്റ്റായിട്ടുള്ള ഒരു ഒപ്റ്റിമം കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ബയോ റിയാക്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ബയോ റിയാക്ടേഴ്സ് 2 ടൈപ്പ് ഉണ്ട്: സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടറും സ്പാർജ്ഡ് സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടറും. അപ്പോൾ ഈ 2 ബയോ റിയാക്ടറിലായാലും കുറേ ടൈപ്പ് ഓഫ് സിസ്റ്റം നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അജിറ്റേറ്റർ സിസ്റ്റം, ഓക്സിജൻ ഡെലിവറി സിസ്റ്റം, ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം, ഫോം കൺട്രോൾ സിസ്റ്റം, ഒരു സാമ്പിളിംഗ് പോട്ട് ഉണ്ടാവും. അതെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും അതിൽ നിന്ന് ആ ഒരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി വിഡ്രോ ചെയ്യാനായിട്ടുള്ള പോർട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതാണ് ബയോ റിയാക്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്താണ് ബയോ റിയാക്ടർ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, നമ്മൾ റോ മെറ്റീരിയൽസ് ഇട്ട് കൊടുത്തിട്ട് ബയോളജിക്കലി നമ്മുടെ ഡിസൈർഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ പറ്റും. മൈക്രോബിയൽ പ്ലാന്റ് സെൽ, അനിമൽ സെൽ, ഹ്യൂമൻ സെൽ ഒക്കെ ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ബയോടെക്നോളജി. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, മാർക്കറ്റിലോട്ട് ഒരു പ്രൊഡക്റ്റായിട്ട് പുറത്തേക്ക് പോകണമെങ്കിൽ അതിന് മുമ്പ്, അതായത് ഇങ്ങനെ റിലീസ് ചെയ്യുന്ന മുമ്പ് കുറച്ച് പ്രോസസ്സുകളുണ്ട്. അതാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ. എന്താണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റിനെ സെപ്പറേറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്യുക. അതിനെയാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യും. പിന്നെ അതുപോലെ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് നടത്തി നോക്കും. ഇപ്പം നമ്മൾ ഡ്രഗ്സ് അല്ലെങ്കിൽ മെഡിസിനൽ ഡ്രഗ്സ് ഒക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് എങ്കിൽ നമ്മളത് കുറേ പ്രാവശ്യം ക്ലിനിക്കൽ ട്രയൽസ് എടുത്ത് നോക്കണം. ഇതൊക്കെ ചെയ്ത ശേഷം മാത്രമേ നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇറങ്ങൂ. ഇങ്ങനെയാണ് ബയോടെക്നോളജി ഉപയോഗിച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ഇടുക, ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഒരു റെസ്പോൺസ് ആണ് എൻ്റെ ഓരോ വീഡിയോയുടെയും സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അടുത്തൊരു റിവിഷൻ സെക്ഷനുമായിട്ട് അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും. So till then, tata from EPISPLA.